ിലേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്ന് അനീഷ്. ഈ സർവേയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത പല സർവേകളും എടുത്തു കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അത്രമാത്രം പ്രസക്തമാണല്ലോ, രാഹുൽ ഗാന്ധിയുടെ മത്സരഫലം എന്നുള്ളത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെ ഒരു സൂചന നൽകുന്നു. മറ്റൊന്ന്, CPM-ഉം ലീഗും കൃത്യമായി അവിടെ ഒരു വർക്ക് ചെയ്തു എന്നുള്ള സൂചന നോർത്തേൺ കേരളത്തിൽ, വടക്കൻ കേരളത്തിലുണ്ട് എന്നുള്ള സൂചനയും എക്സിറ്റ് പോൾ ഫലങ്ങളിലുണ്ട്. അപ്പോൾ ഈ വടക്കൻ കേരളത്തിലെ സ്ഥിതി, അത് അവിടെ ആയിരിക്കും ഒരു പക്ഷേ LDF-ന് കൂടുതൽ ആശ്വാസം നൽകുക എന്നാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായും വടക്കൻ കേരളം തന്നെയാണ് LDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലവും. കാരണം കാസർഗോഡ് മുതൽ പാലക്കാട് വരെ, അല്ലെങ്കിൽ തൃശ്ശൂരിനടുത്ത് വരെയുള്ള പാലക്കാട് മണ്ഡലം വരെയുള്ള ഇടങ്ങളിൽ പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, അവരുടെ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ, ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം കൊഴുപ്പിക്കാൻ രംഗത്തിറങ്ങിയത് തന്നെയാണ് LDF-ന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിൻ്റെ ആണിക്കല്ലായി കണക്കുകൂട്ടുന്നത്. BJP-ക്ക് വലിയ സാധ്യതകൾ സംസ്ഥാനത്ത് പറയുമ്പോഴും വടക്കൻ കേരളത്തിലെ വോട്ടുകളിൽ കാര്യമായ പ്രഭാവം ചെലുത്താൻ BJP-ക്ക് കഴിയില്ല എന്ന് എക്സിറ്റ് പോളുകൾ വ്യക്തമാവുന്നു. കാരണം ഈ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ വടക്കൻ കേരളത്തിലെ ഒരു സീറ്റും വരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഈ കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, വടകര, പാലക്കാട്, മലപ്പുറത്തെ 2 സീറ്റുകൾ എന്നിവയൊക്കെ പരിശോധിച്ചാലും ഇവിടെയൊന്നും കാര്യമായ വോട്ട് വിഹിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുമില്ല. കാരണം ഈ പലയിടങ്ങളിലും ശക്തമായ ദ്വന്ദ്വ പോരാട്ടം, കാരണം 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതായത് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം. ഓരോ വോട്ടുകളും പെറുക്കിയെടുത്ത് ആളുകളിൽ നിന്നും സമാഹരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അതുകൊണ്ട് 2 വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 മുന്നണികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനവ് വരുത്താൻ പറ്റില്ലെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ LDF-നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്ക ഉയർത്തുന്നു. കാരണം അവർ എക്സിറ്റ് പോളുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാ എക്സിറ്റ് പോളുകളിലും ഏതാണ്ട് സമാനമായ സ്വഭാവം വരുന്നു. കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതലായി സമാഹരിക്കുക UDF ആണ്. അതായത് UDF-നാവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നത് തന്നെയാണ് ആശങ്കയ്ക്ക് നൽകുന്നത്. നമുക്കറിയാം, ഈ മധ്യ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ അടക്കം BJP-ക്ക് ആ സീറ്റുകൾ ലഭിക്കുമ്പോൾ ആ സീറ്റുകൾ തെക്കൻ കേരളത്തിൽ നിന്നും കുറയുകയാണ്. പിന്നീട് അതിൻ്റെ കൂടെ മാറ്റം വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ന്യൂനപക്ഷ മേഖലകളിൽ, പ്രത്യേകിച്ചും ഈ മുസ്ലിം മേഖലകളിലൊക്കെ വലിയ കടന്നുകയറ്റം നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ മുസ്ലിം വിരുദ്ധമായ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന നയങ്ങൾ അത് കൂടുതൽ വോട്ട് നേടി നൽകും. അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും കൃത്യമായി കേരളത്തിലെ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞത്, ഓരോ വിഷയത്തിലും ആദ്യം പ്രക്ഷോഭം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് CPM ആണ് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ആര് വരുമെങ്കിലും CPM-ന്റെ ഒരു സാന്നിധ്യം അനിവാര്യമാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ ഇത്തരം മുസ്ലിം വിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ CPM അനിവാര്യമാണ് എന്ന ഒരു വിലയിരുത്തൽ, അത്തരത്തിലൊരു പ്രചാരണം തന്നെയാണ് CPM നടത്തുകയും ചെയ്തത്. എന്നാൽ ആ പ്രചാരണം ഏശിയില്ല. പഴയ UDF തട്ടകത്തിലേക്ക് തന്നെ ഈ മുസ്ലിം വോട്ടുകൾ പോയിരിക്കാം എന്ന ഈ എക്സിറ്റ് പോൾ വിലയിരുത്തലുകൾ വലിയ ആശങ്ക ഒരു LDF ക്യാമ്പിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മറികടന്ന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ കഴിഞ്ഞ തവണ 40,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച കാസർഗോഡ് അടക്കം ഇത്തരത്തിലെ ഒരു കാറ്റിൻ്റെ മാറ്റിവീശൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ LDF-നുണ്ട്. വയനാട് മണ്ഡലത്തിൽ എന്തായാലും നമുക്കറിയാം, ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ രാഹുൽ ഗാന്ധി വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിലും ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനെ ചോദ്യം ചെയ്യാൻ പര്യാപ്തമായൊരു പോരാട്ടം നടന്നില്ല എന്ന് നമുക്ക് മണ്ഡലത്തിൽ നിന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. പക്ഷേ K. സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അതിന് ആനുപാതികമായി ദേശീയ നേതാക്കളടക്കം വളരെയേറെ വന്ന് പ്രചാരണം നടത്തിയ ഒരു സ്ഥലം, അവിടെ അതിനാനുപാതികമായ ഒരു വോട്ട് വർധനവ് BJP-ക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഒപ്പം ആനി രാജ എന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് CPI-യും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കും എന്ന ഒരു കൃത്യമായ വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ 3 വോട്ടുകൾ തിരിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് എന്തായാലും പ്രവചിക്കപ്പെടുന്നത്. ഈ വയനാട്ടിൽ നിന്ന് ജയിക്കുകയും ലോക്സഭയിലേക്ക് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്യുമെന്ന പ്രചാരണം തന്നെ ഇപ്പോഴും UDF ക്യാമ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്രയേറെ പ്രാധാന്യമുള്ളൊരു മണ്ഡലമായാണ് UDF ഈ മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. ഒപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തിയാൽ, ഈ കോഴിക്കോട്ട് മണ്ഡലം
പരമ്പരാഗതമായി ഇടതു മണ്ഡലമാണ്. അതായത് നിയമസഭാ മണ്ഡലങ്ങളും മറ്റ് പഞ്ചായത്തുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ എന്നിവയൊക്കെ പരിശോധിച്ചാൽ LDFന് വലിയ മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ UDF ചായ്വ് നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. 3 തവണ പിന്നിട്ടാണ് MK രാഘവൻ കണ്ണൂരിൽ നിന്നെത്തിയ ആദ്യ പുതുമുഖമായി എത്തിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇവിടുന്ന് MP ആയി തുടർന്ന്. അതുകൊണ്ട് ആ സീറ്റ് ഉറപ്പിച്ച് തന്നെയാണ് ഈ UDF ക്യാമ്പ് ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. യാതൊരു മാറ്റങ്ങളും ഒരു അട്ടിമറിയും വരില്ല എന്നവർ പറയുന്നു. പക്ഷേ ഈ പ്രചാരണത്തിലടക്കം ചില പാളിച്ചകൾ ഉള്ളതായി പിന്നീട് ജില്ലാ തലത്തിലൊക്കെ നടത്തിയ അവലോകനത്തിലുണ്ടായി. കാരണം പ്രവർത്തകരുടെ ഒരു കുറവ് ഈ പ്രവർത്തനത്തിന് കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായി. കാരണം ശക്തമായ പോരാട്ടം നടക്കുന്ന വയനാട് മണ്ഡലം ഒരു വശത്ത്, മറുവശത്ത് ശക്തമായ പോരാട്ടം നടന്ന വടകര എന്ന മണ്ഡലം മറ്റൊരിടത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഈ 2 മണ്ഡലങ്ങളിലേക്കും പ്രചാരണത്തിനായി പോവുകയും MK രാഘവന് വേണ്ടി കളത്തിലിറങ്ങാൻ അധികം ആളുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ടായി. പക്ഷേ അതൊക്കെ മറികടന്ന് MK രാഘവൻ വിജയിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ ഒരു അട്ടിമറി ഇപ്പോഴും എളമരം കരീമിനെ കൊണ്ട് LDF പ്രതീക്ഷിക്കുകയാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ പാറ്റേണിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സമസ്തയിലടക്കം ഈ ലീഗിനെതിരായ ചില വികാരങ്ങൾ ഉയരുന്ന സാഹചര്യം, എളമരം കരീം ലോക്സഭയിൽ നടത്തിയ രാജ്യസഭയിൽ നടത്തിയ പ്രകടനങ്ങൾ എന്നിവയെല്ലാം 2 MP-മാർ തമ്മിൽ നടത്തിയ പോരാട്ടത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകമെന്ന് അവർ പറയുന്നു. പക്ഷേ പൊടി പാറുന്ന പോരാട്ടം ശരിക്കും നടന്നത് വടകരയിലാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റ് മണ്ഡലങ്ങൾ നിശബ്ദതയിലേക്ക് പോയപ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ദൈനംദിന പരിപാടികളിലേക്ക് നീങ്ങിയപ്പോൾ ഇതൊന്നും ബാധകമാക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലെ തന്നെ ആവേശം ഇപ്പോഴും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടക്കുന്ന ഈ SP ഓഫീസ് മാർച്ചുകളും തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളുമൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഒന്നിലധികം കേസുകൾ മുന്നണികൾ തമ്മിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒരുപാട് കേസുകൾ പ്രവർത്തകർ നൽകിയിരിക്കുന്നു. ഇതിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം ഈ 2 പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു കമ്പനി പോലീസ് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ശക്തമായ